ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൽ. നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയും രാജ്യത്തോടൊരു ബാധ്യതയും. ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോൾ. ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും, കാരണം ജനങ്ങളുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാൻ 1 മുതൽ 4 വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി, മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ്. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പഠിച്ച് വളർന്ന സ്കൂളിൽ വോട്ട് ചെയ്യാൻ വരുന്നതെന്നുള്ളതിൽ എനിക്ക് പ്രത്യേക സന്തോഷം. 2, എൻ്റെ ഭരണഘടന ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷം. എൻ്റെ സഹപാഠി ഷൺമുഖൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖൻ. തൊട്ടടുത്ത വീടാണ്. അല്ല, അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നമ്മളിവിടെയല്ല ജനിച്ചു വളർന്നത്, അത് മറക്കാൻ പാടില്ല. ഈ ആളുകളെല്ലാം വന്ന് കാണാൻ വേണ്ടി എത്തിയതാണ്. ഒക്കെ എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും ഒക്കെ. വേറെ ഇനി എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു. ഞാൻ ബാങ്കോക്കിലായിരുന്നു. ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന് ഇനാഗുറേഷൻ നടത്തി. നേരെ എയർപോർട്ട് കയറി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി ഇത് കഴിഞ്ഞ പിന്നെ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ എനിക്കറിയാലോ അച്ഛൻ്റെ സൗദി അറേബ്യ. നല്ല വിശേഷം. വോട്ട് ചെയ്താ? ഇതെന്താ വിശേഷം? ഒക്കെ നിരച്ചില്ല കണ്ടത്.